പൂവിളി പൂവിളി പൊന്നോണമായി. ശരിക്കും ഓണാട്ടുകരയിൽ ഓണത്തിൻ്റെ ഒരു സഹജീവി സ്നേഹമുണ്ട്. ഓണം മനുഷ്യർക്ക് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കലിൻ്റെ ഉത്സവം കൂടിയാണ് ഓണം. അത് എല്ലാവർക്കും ഓണത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നമ്മൾ കൊടുത്തിരിക്കും. ഇപ്പോൾ അന്ന് ഈ ആദ്യം ഞാൻ ഈ ഉറുമ്പൂട്ടിനെ കുറിച്ച് പറയാം. ഉറുമ്പൂട്ടെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മളെ കടിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. പക്ഷേ ഉറുമ്പിന് ഓണം കൊടുക്കുന്ന ഒരു വലിയ സംസ്കൃതി ലോകത്ത്, അതൊരു ഉദാത്തമായ സംസ്കാരമല്ലേ? എന്തൊരു പങ്കുവയ്ക്കലാണത്. എന്നുവെച്ചാൽ നമ്മൾ രാവിലെ മുതൽ ഉത്രാടത്തിൻ്റെ അന്ന് അടുക്കളയിൽ പൊടിപൂരം പണിയാണ്. ഉത്രാടത്തിനാളിൽ ഉച്ച തിരിയുമ്പോൾ അച്ചിമാർക്കെല്ലാം എന്ന് പറഞ്ഞ് ഈ പഴമൊഴി തന്നെ ഉണ്ടല്ലോ. അത് എന്ന് പറയുന്നത് അച്ചിമാരെന്ന് പറയുന്നത് സ്ത്രീകൾ, വീട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അധ്വാനമുള്ള ഒരു ദിവസമാണ് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ നമ്മൾ അടുക്കള അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു പരന്ന പാത്രം എടുക്കും. പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഈ അരിപ്പൊടി ഇടും. ഇട്ടിട്ട് അതിനകത്തിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ട് നമ്മളിങ്ങനെ കൈ മുക്കിയാൽ കയ്യാൽ അതിങ്ങനെ പറ്റി ചേർന്നിരിക്കണം. ആ ഒരു പരുവത്തിനത് കുഴച്ച് അതിൽ കൈ മുക്കിയിട്ട് നമ്മളുടെ കതകിൻ്റെ പുറകുവശത്തെ, അതുപോലെ തന്നെ പത്തായത്തിൻ്റെ വശത്ത്, അതുപോലെ അറമുറിയുടെ വശങ്ങളിലൊക്കെ ഇങ്ങനെ പതിച്ചു വയ്ക്കും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടില്ല ഇത് എന്തിനാണിത് എന്നുള്ളൊരു സന്ദേഹം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പല ആചാരങ്ങളും അങ്ങനെയാണല്ലോ, ചെയ്ത് അതൊരു ആചാരമായി മാറുകയാണ്. എന്തോ ഇതിനകത്തിൽ എന്തെങ്കിലും ഈ മഹാബലി വരുമ്പോൾ ഇത് കാണണമായിരിക്കും എന്നൊക്കെയാണ് അന്ന് കുഞ്ഞു മനസ്സിൽ നമുക്കന്ന് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മുതിർന്നപ്പോഴാണ് അതിൻ്റെ ഒരു സാങ്കത്യം, അതിൻ്റെ ഒരു പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ, ഇതിനകത്തിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇത് അരി നുറുക്കായിട്ട് മാറും. ഇത് ഉറുമ്പിന്, ഈ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പിന് ഓണം കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ ഓണം ഉണ്ണുന്നതിന് മുമ്പേ, ഓണസദ്യ ഉണ്ണുന്നതിന് മുമ്പേ ഉറുമ്പിനാണ് ആദ്യം ഓണം കൊടുക്കുന്നത്. അതിന് ഉറുമ്പൂട്ടെന്നാണ് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഇങ്ങനെ ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യം നമുക്ക് എവിടെയെങ്കിലും വായിച്ചെടുക്കാൻ കഴിയും. പിന്നെ പല്ലിപ്രാതൽ. ഇപ്പോൾ തിരുവോണത്തിനന്ന് രാവിലെ ആദ്യം നമ്മൾ ചെയ്യുന്നത്, എൻ്റെയൊക്കെ അമ്മൂമ്മയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അന്നൊന്നും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു സാരസംഗ്രഹം, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. ഒരു കീറ്റല എടുക്കും, 1-2 കീറ്റല എടുത്തിട്ട് അതിനകത്തിലേക്ക് ഈ പാളയംകോടൻ പഴം ചെറുതായിട്ട് നുറുക്കി അതിനകത്തിലിടും. അതിൻ്റെ പുറത്തോട്ട് ഈ പൊടിയരി വെച്ചിരിക്കും, പൊടിയരി. അതുകൂടെ അരിമാവല്ല, അരിപ്പൊടിയല്ല ഞാൻ പറഞ്ഞ്, നുറുക്കരി, അതതിൻ്റെ പുറത്ത് വെതറും. അപ്പോൾ ഈ പാളയംകോടൻ പഴുത്ത പഴത്തിൻ്റെ മേളിൽ ഇതങ്ങ് പറ്റിയിരിക്കും. ഒരു 2-3 കീറ്റലയിൽ ഇതുപോലെ ആക്കിയിട്ട് ഈ മനുഷ്യരാരും വലുതായിട്ട് സഹവസിക്കാത്ത ഏതെങ്കിലും 2-3 വീടിൻ്റെ ഇടുക്കുകളിൽ, ഇപ്പം പത്തായത്തിൻ്റെ താഴെ, അതുപോലെ തന്നെ ഈ കതക് തുറക്കാത്ത കതവിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ, ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ വെക്കും. ഇത് പല്ലിക്ക് ഓണം കൊടുക്കുകയാണ്. കാരണം പല്ലിക്കുള്ള ഭക്ഷണമാണിത്. അതിന് പല്ലിപ്രാതൽ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം തലേ ദിവസം തന്നെ ഉറുമ്പൂട്ട് നടത്തി, ഉറുമ്പിന് ഓണം കൊടുത്തു കഴിഞ്ഞു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ പല്ലിക്ക് പ്രാതൽ കൊടുത്തു. അത് ശരിക്കും ഇത് പല്ലി വന്ന് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വെറുതെ പറയുന്നതല്ല. കാരണം പല്ലിയെ, നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളമായിട്ട് പല്ലിയുണ്ടല്ലോ. പല്ലിയെ ഇപ്പം നമുക്ക് വലിയൊരു ശല്യമാണ് പല്ലി. പക്ഷേ അന്നത്തെ കാലത്ത് ആ ശല്യമായ പല്ലിക്കൂടെ നമ്മൾ ഓണം കൊടുക്കുകയാണ്. അതിനോട് ഓണം കൊടുത്തിട്ടേ നമ്മൾ നമ്മുടെ ഓണത്തെക്കുറിച്ച്, നമ്മുടെ സദ്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. മൂന്നാമത് നമ്മൾ ഓണം കൊടുക്കുന്ന പശുവിനാണ്. അതായത് ഈ ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശം പലവിധ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമായൊരു പ്രദേശമാണ്. ശരിക്കും ഓണമൂട്ടുകരയാണ്. ഈ നെല്ലും നല്ലെണ്ണയും നാളികേരവും കുറുമ്പൂപ്പുളകളും ഒരുക്കുന്ന ഒരു സമ്പൽ സമൃദ്ധി. ആ സമൃദ്ധിയാൽ 365 ദിവസവും, അതായത് ആണ്ടുവട്ടം തിരുവോണത്തിൻ്റെ സമൃദ്ധിയുള്ള ഒരു നാടാണ് ഓണാട്ടുകര. ആ ഓണമൂട്ടുകരയാണ് ക്രമേണ ഓണാട്ടുകരയായി മാറിയതെന്നാണ് ഒരു നിഷ്പത്തി. അപ്പോൾ അവിടെ ഈ വീട് വയ്ക്കുന്നതിന് മുമ്പ് എരുത്തിൽ വയ്ക്കുക എന്നുള്ളതാണ്, ആ പ്രദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. വീടിനേക്കാൾ മുമ്പ് എരുത്തിൽ വയ്ക്കുകയും കിണർ കുത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നിലനിന്ന നാടാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഓണത്തിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വീട്ടിൽ പോലും പശു വളർത്തലില്ലാത്ത വീടില്ല. മിക്കവാറും 99% വീടുകളിലും പശു വളർത്തലുണ്ട്. കാരണം കൃഷിപ്രധാനമായ ഒരു ജീവിതചര്യ എന്നുള്ള നിലയിൽ നമുക്ക്
കന്നുകാലികളും പശുക്കളും എരുത്തിലും ഉണ്ടായാൽ മതി. എരുതിനെ കിട്ടുന്ന സ്ഥലമാണ് എരുത്തിൽ. ഇന്നത്തെ എന്താണ് എരുത്തിൽ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്ത ഒരു കുട്ടികളാണ് കൂടുതലും. അപ്പോൾ എരുതിനെ, പശുക്കളെ കിട്ടുന്ന സ്ഥലത്തിനാണ് നമ്മൾ എരുത്തിൽ എന്ന് പറയുന്നത്. ചിലടത്ത് ആലയാണ്, ചിലടത്ത് തൊഴുത്താണ്. അപ്പോൾ ഈ എല്ലാ വീട്ടിലും ഈ പശു വളർത്തലുള്ളതുകൊണ്ട് പശുവിന് പുല്ല് പറിക്കുക, പശുവിനെ പരിചരിച്ചുള്ള ഒരു ജീവിതക്രമം കൃഷിയോടൊപ്പം തന്നെ വളരെ പ്രധാനമായിരുന്നു. ഇപ്പം ഞാനൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പാല് കറന്നു തന്നാൽ അത് തൊട്ടടുത്ത ചായക്കടയിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് വൈകുന്നേരത്തെ അതിൻ്റെ പണം വാങ്ങി, അതിൻ്റെ കാശ് വാങ്ങിയിട്ട് പുളിയരിപ്പൊടിയും പിണ്ണാക്കും വാങ്ങി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബാക്കി പൈസ അമ്മയെ ഏൽപ്പിക്കണം. ഒരുപക്ഷെ ഞാൻ ഈ അഗ്രികൾച്ചറിനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എന്നെ പഠിപ്പിച്ചത് എൻ്റെ വീട്ടിലെ നന്ദിനി പശുവും അമ്മിണി പശുവും കൂടി ചേർന്നാണ്. കാരണം അതിൻ്റെ പാല് വിറ്റ് കിട്ടിയ പണം കൂടെ കൊണ്ടാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഹോസ്റ്റൽ ഫീസ് തരുമ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ അവരൂടെ ചേർന്നാണ് എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ വളരെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയാറുണ്ട്. കാരണം അത്രമാത്രം ഈ കന്നുകാലികളോട് ഒരു അതായത് ഒരു അന്യജീവി എന്നുള്ള നിലയിലല്ല നമ്മളതിനെ കാണുന്നത്. അത് നമ്മളോടൊപ്പം ജീവിക്കുന്ന, എല്ലാത്തിനും പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഒരു മരണാനന്തര ചടങ്ങിനൊക്കെ പോയിട്ട് 1/4 ഫർലോങ് അപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഈ പശു അതിൻ്റെ ആ ഹോർമോൺ കൊണ്ട് തിരിച്ചറിയുകയാണ്. പശു അമ്മയുടെ മണം അതിന് പിടിക്കുകയാണ്. എൻ്റെ അമ്മയൊക്കെ പോയി പശുവിനോട് സംസാരിക്കും, മൂകമായി സംസാരിക്കും. അപ്പം അതുപോലെ തന്നെ കറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അതിനെ വഴക്ക് പറയും. നമ്മൾ പിള്ളേരെ, ഞങ്ങളെ വഴക്ക് പറയുന്ന പോലെയാണ് പശുക്കളെ വഴക്ക് പറയുന്നത്. അപ്പോൾ അതൊരു ആത്മബന്ധമാണ്, അല്ലാതെ വെറും ഒരു കന്നുകാലി ബന്ധമല്ലത്. ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തേക്കാൾ കൂടുതലായിരുന്നു ഈ മിണ്ടാപ്രാണികളായ കന്നുകാലികളോടുള്ള ബന്ധം. അപ്പോൾ ഞങ്ങളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് തന്നാൽ ആദ്യത്തെ ജോലി ഈ പശുവിനുള്ള പുല്ല് പറിച്ചു വെക്കണം, ഇല്ലെങ്കിൽ വൈകുന്നേരത്ത് കഞ്ഞി തരത്തില്ല. അപ്പം കാളത്തിണ്ണ, ഈ തൊഴുത്തിൻ്റെ തിണ്ണയ്ക്കാണ് നമ്മൾ കാളത്തിണ്ണ എന്ന് പറയുന്നത്. അവിടെ ഞാനും എൻ്റെ അനിയന്മാരും പ്രത്യേകം ഓരോരുത്തരും പറിച്ചുകൊണ്ട് വന്ന പുല്ല് പ്രത്യേകം വെക്കണം. അതവിടെ അതിനൊരളവും തൂക്കവും എടുക്കും അമ്മ, എന്നെങ്കിലേ വൈകുന്നേരത്ത് നമുക്ക് ഭക്ഷണം കിട്ടും. അതായിരുന്നു അന്നത്തെ ഒരു സ്ഥിതി. പക്ഷേ അതിൻ്റെയൊക്കെ നന്മ ഇന്നിപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ആ ഗ്രഹപാഠത്തിൽ നിന്ന് കിട്ടിയതാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പശുക്കളോടുള്ള അല്ലെങ്കിൽ കന്നുകാലികളോടുള്ള ഒരു മമത ഹൃദയത്തിൽ ചേർന്നാണ്. അപ്പോൾ ഓണത്തിൻ്റെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓണത്തിന് ഒരാഴ്ച മുമ്പേ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, സ്കൂൾ അടയ്ക്കുമല്ലോ, നാട്ടിലുള്ള പറമ്പിലെല്ലാം പോയി പുല്ല് പറിച്ചുകൊണ്ട് വന്ന് കൂട്ടി വെക്കണം. എന്നിട്ട് തിരുവോണ ദിവസം രാവിലെ ഈ പശുക്കളെ മുഴുവൻ ഈ എരുത്തിൽ നിന്ന് അഴിച്ച് വെളിയിലിറക്കും. അതൊക്കെ അച്ഛനുമൊക്കെ തന്നെയാണ്, അച്ഛനും അപ്പൂപ്പനും ആരെങ്കിലുമൊക്കെ ചേർന്ന് ഇതിനെ കുളിപ്പിക്കും. നന്നായിട്ട് കുളിപ്പിച്ചിട്ട് ഈ അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ നന്നായിട്ട് നമ്മൾ ചന്ദനം തൊടുന്ന പോലെ കുഴച്ചിടും. ഒഴിച്ചിട്ട് ഇതിനൊരു ഗോവിപ്പൊട്ട് തൊടിയിക്കും. എല്ലാ കന്നുകാലികളെയും, ചെറുതിനെ അടക്കം, ചെറിയ കിടാക്കളെ അടക്കം ഈ ഗോവിപ്പൊട്ട് തൊടിയിച്ച് കുറച്ച് നേരം കൂടെ ഒക്കെ വെളിയിൽ നിർത്തിയിട്ട് അല്പം വെയിൽ ഉറയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും അഴിച്ച് എരുത്തിലേക്ക് കെട്ടിയിട്ട് ഈ പുല്ല് മുഴുവൻ, എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 2 മാസം കൊണ്ട് കൊടുക്കേണ്ട പുല്ലാണ് നമ്മളവിടെ പറിച്ചു കൂട്ടിയേക്കുന്നത്. ഈ പുല്ല് മുഴുവൻ വാരി പച്ചപ്പുല്ല് ഇതിന് കൊടുക്കുകയാണ്. ഒരുപക്ഷെ അമൃത് പോലല്ലേ അത് കഴിക്കുന്നത്, വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്ന വലിയ സൗഭാഗ്യമല്ലേ ഇത്. അപ്പോൾ ഈ പുല്ല് മുഴുവൻ കഴിച്ചിട്ട് ഇതിങ്ങനെ വയറൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അത് വീണ്ടും ചവയ്ക്കാനായിട്ട് അയവിറക്കാനായിട്ട് കിടക്കും ഒരു വശം ചരിഞ്ഞ്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓണസദ്യ വിളമ്പാനുള്ള തൂശല്യൊക്കെ തുടച്ച് അതിലെ അഴുക്കൊക്കെ കളഞ്ഞെല്ലാം ഉരുക്കുന്നത്. അതിന് മുമ്പേ നമ്മൾ ആർക്ക് കൊടുത്തു? നമ്മൾ എരുത്തിൽ നിൽക്കുന്ന കന്നുകാലികൾക്ക് കൊടുത്തു. മാത്രമല്ല, സദ്യ വിളമ്പുന്നതിന് മുമ്പായിട്ട് ഇതുങ്ങൾക്ക് കാടി കൊടുക്കും. ഈ പുല്ല് മാത്രമല്ല നേരത്തെ കൊടുത്തുള്ളൂ. നമുക്ക് ഇല നിരത്തിയിട്ട് സദ്യ വിളമ്പുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മയുടെ ഒന്നാമത്തെ ജോലി ഇത് തിളപ്പിച്ച് വെച്ച പുളിയരിപ്പൊടിയും പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട് കുഴച്ച് നല്ല ഒന്നാന്തരം കാടി ഉണ്ടാക്കി വെച്ചത്, അത് കുറച്ച് തവിടൂടിട്ട് നല്ലോണം ഇളക്കി പരുവപ്പെടുത്തി ഓരോ കന്നുകാലികൾക്കും 2-3 കന്നുകാലികളെ ഓരോ സമയത്തും ഉണ്ടാവും, ഇതിന് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം നമ്മൾ ഓണസദ്യ ഉണ്ണുന്നതിന് മുമ്പേ പശുക്കൾക്ക് മൃഷ്ടാന്നമായിട്ടുള്ള ഓണസദ്യ കൊടുത്തിട്ടാണ് നമ്മൾ ഓണം ഉണ്ണുന്നത്. അതാണ് പശുവിന് ഓണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം. അതൊരു ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചിന്തിക്കാൻ തന്നെ ഈ പുതിയ കാലത്ത് നമുക്ക് സാധ്യമല്ല. പക്ഷേ അതൊരു എന്താ പറയുന്നത്, ഒരു സമതാളം, ഈ മണ്ണും മനുഷ്യനും അതുപോലെ തന്നെ ഈ മിണ്ടാപ്രാണികളുമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ സമതാളം അത്രമാത്രം. കാരണം അതിനെ അന്യതാബോധത്തോടല്ല നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ ഒരാളാണ് ഈ എരുത്തിൽ നിൽക്കുന്നതെന്നുള്ള ഒരു വലിയ അവബോധം, വലിയൊരു ഒരു ദീനാനുകമ്പം, വലിയൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത് തരുന്ന പാലാണ്
അല്ലെങ്കിൽ അത് തരുന്ന ചാണകമാണ് നമ്മുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.